ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? വീഡിയോ എടുക്കാൻ സമയമൊന്നുമില്ല കേട്ടോ. അത്താഴത്തിന് വെച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ ഇപ്പോൾ കിടന്നാൽ നേരം വെളുത്താൽ അറിയില്ല. പ്രസവിച്ചെടുക്കണതല്ല വീട്ടിൽ, മോള് പ്രസവിച്ചെടുക്കല്ല. പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് 10 മണി വരെ കിടന്നുറങ്ങാനൊന്നും പറ്റില്ല. അപ്പം ഇനിയിപ്പോൾ കിടന്നാൽ ഉറങ്ങും. പിന്നെ 8 മണി 8:30 എണീക്കാം. അപ്പോൾ അവൾക്ക് വെള്ളം ചൂടാക്കണം. കുട്ടിയുണ്ട് ചെറുത്, 2.5 വയസ്സായത്. അതിനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം, അവൾക്ക് കഴിക്കാൻ കൊടുക്കണം. അപ്പം അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ കിടന്നാൽ ഉണരൂല, നേരം വഴുകുമ്പോൾ പണികളൊക്കെ ചുറ്റിക്കളിക്കും. അപ്പം ഇനി പണികളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കൊന്ന് കിടന്നുറങ്ങാം, അതപ്പോൾ ശരിയുള്ളൂ. 3 മണിക്ക് എണീറ്റതാട്ടോ. 3 മണിക്ക് എണീറ്റ് അവിടെ അങ്ങനെ തട്ടിമുട്ടി. അപ്പോൾ ഒപ്പം മോനും എണീച്ച് വന്ന്. അപ്പം അതിനെ വീണ്ടും ഉറക്കി അവിടെ കിടത്തി. പേരക്കുട്ടിയിട്ടാണ് പ്രസവിച്ച് കിടക്കണം. അവിടെ മൂത്ത കുട്ടി. തള്ളക്കുട്ടിക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ, സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? ഒരു ടീച്ചർ ആ കുട്ടീനെ, ഷഹബാസ് എന്ന് പറഞ്ഞ ആ കുട്ടീനെ കൊന്ന ഇതിനൊരു പ്രതികരിക്കുന്നില്ലേ ഒരു ടീച്ചർ. എന്നിട്ട് ആ ടീച്ചറെ പേരെന്താവും? ശരിക്കും പറഞ്ഞാൽ ആ ടീച്ചർ പറഞ്ഞ സത്യമായിട്ടോ. കുട്ടികളെ നമ്മൾ ഒന്നാമത്തെ കാര്യം കഷ്ടപ്പാടറിഞ്ഞ് വളരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എന്താണ് പറയുക, വലിയ കാര്യം. അത്ര ഏറ്റവും വലിയ കാര്യം പറഞ്ഞാൽ കുട്ടികൾ കഷ്ടപ്പാടറിഞ്ഞ് വളരുന്നില്ല. ഹൈ ലെവലിൽ ജീവിക്കുന്ന ആൾക്കാർ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെ തന്നെയാണ് താഴെത്തട്ടിലുള്ള ആൾക്കാരും ജീവിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ കഷ്ടപ്പെടുകയാണ്. മക്കൾ നല്ല നിലയിൽ വളരാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടണ്ട, നമ്മൾ കഷ്ടപ്പെട്ട പോലെ അവർ കഷ്ടപ്പെടണ്ട എന്നുള്ളതിൽ നിന്ന് അങ്ങനെ ഒരു ആത്മാർത്ഥമായി ചിന്തിച്ചിട്ടാണ് കുട്ടികളെ മാതാപിതാക്കൾ വളർത്തുന്നത്. പക്ഷെ അതിൻ്റെ പിന്നിൽ വരുന്ന നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്തുകളാണ് ഇമാതിരിയുള്ള അനുഭവങ്ങൾ. ഞാൻ പറയണത് എന്താ വെച്ചെങ്കിൽ, ആ കുട്ടികളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ തെറ്റുപറ്റി അത് തിരുത്തി, പിന്നെ അത് ഇനി മറ്റുള്ളവർക്ക്, അവർക്കല്ല, അവരുടെ ഭാവി ജീവിതമൊക്കെ അതോടെ പോകണം. എന്നാലേ വളർന്നു വരുന്ന മറ്റുള്ള കുട്ടികൾക്കൊരു പാഠമാവുള്ളൂ. ഇതിപ്പോൾ പോലീസിൻ്റെ എക്സോട്ടോട് കൂടിയിട്ട്, പോലീസിൻ്റെ സംരക്ഷണത്തോടു കൂടി അവരെ കൊണ്ട് SSLC പരീക്ഷ എഴുതിച്ചെന്നാണ് പറഞ്ഞത്. സമരം ചെയ്തവരെ പോലീസുകാർ പിടിച്ചിട്ടുണ്ടായി. അവർ 5 പേരും കൂളായിട്ട് പരീക്ഷ എഴുതി പോന്നു. അവരുടെ പരീക്ഷ, ഈ കൊല്ലത്തെ പരീക്ഷ, ഇനിയുള്ള പരീക്ഷകളൊക്കെ അതോടെ ആക്കണം. അവർക്കിനി വിദ്യാഭ്യാസം ഉണ്ടാവാൻ പാടില്ല, അവർക്കിനി പരീക്ഷകൾ എഴുതാൻ പാടില്ല, അവർക്കൊരു നല്ല ജോലിയും കിട്ടരുത്, അവർക്കൊരു ഭാവി ഉണ്ടാവരുത്, ഒരു ജീവിതം ഉണ്ടാവരുത്, ഒന്നും ഉണ്ടാവരുത്. എന്നാലാണ് അങ്ങനെയുള്ള ശിക്ഷ അവർക്ക് അത്ര വലിയ ശിക്ഷ അവർക്ക് കൊടുത്താലാണ് മറ്റുള്ള കുട്ടികൾക്കൊരു പാഠമാവുള്ളൂ. മനസ്സിലായ? ഞങ്ങളൊക്കെ എൻ്റെ പ്രായത്തിലെ ഏജിലൊക്കെ പഠിച്ചിരുന്ന കാലത്തും 10ാം ക്ലാസ് പരീക്ഷ എഴുതിയവരുണ്ട്. ഓണവും വിഷുവും ക്രിസ്മസും ഒക്കെ വന്നിരുന്ന ആ കാലത്തൊന്നും ഇമാതിരിയുള്ള കാട്ടിക്കൂട്ടലുകളൊന്നും അന്നൊന്നും ഞാൻ കണ്ടിരുന്നില്ല, ഒരു സ്കൂളുകളിലും കണ്ടിരുന്നില്ല. ഈ സെൻഡ് ഓഫ് ഇത് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഒരു സെൻഡ് ഓഫ് ആഘോഷിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു 10-15 വയസ്സായ ഒരു മോൻ്റെ ഭാവി, അവൻ്റെ ഒരു ജീവൻ അങ്ങോട്ട് പോയത്. അപ്പോൾ ഈ സെൻഡ് ഓഫിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുമതി കൊടുത്തിട്ടല്ല അതൊക്കെ ചെയ്യണത്. ക്യാമ്പസുകളിൽ, കോളേജുകളിൽ, ട്യൂഷൻ സെൻ്ററുകളിലൊക്കെ അതിനുള്ള അനുമതിയൊക്കെ കൊടുത്തിട്ടാണല്ലോ ഇതൊക്കെ ഉണ്ടാവണത്. പണ്ടൊക്കെ തന്നെ ഒരു 10ാം ക്ലാസ് ആകുമ്പോൾ ഒരു ഓട്ടോഗ്രാഫ് ഉണ്ടാവും. ഒരു ഓട്ടോഗ്രാഫിൽ എന്തെങ്കിലും ഒരു ഇത് എഴുതി ഒരു ഒപ്പിട്ട് കൊടുത്താൽ അതോടെ തീർന്ന്. ആ ഒരു പിന്നെ
ആഘോഷം. 10ാം ക്ലാസ് പിരിയുന്നതിൻ്റെ ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ അതാണ്. ഓട്ടോഗ്രാഫിൽ എഴുതുക, ഒപ്പിടുക, അതോടെ തീരും. പക്ഷെ ഇന്ന് അതാണ് അവസ്ഥ. ഇന്ന് കാട്ടിക്കൂട്ടലിൻ്റെ ഒരു തെളിവാണ് ഇന്നിപ്പോൾ അവിടെ ഉണ്ടായ ഒരു സംഭവം. അപ്പോൾ ആ ടീച്ചർ പറയണ രൂപത്തിൽ ടീച്ചർമാരെന്ന് മുതൽ ഫ്രണ്ട്സ് ആവാൻ തുടങ്ങിയോ അന്ന് മുതൽ കുട്ടികൾ ചീത്താവാൻ തുടങ്ങി. ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ എത്ര 50-60 ഇടക്ക് കുട്ടികളുണ്ടാവും ഒരു ക്ലാസ് റൂമിൽ. അതിലെ ടീച്ചർമാർക്ക് എത്ര കുട്ടികളറിയായിരുന്നെന്ന്. ഫ്രണ്ടിലിരിക്കുന്ന ഫ്രണ്ട് പേജിൽ ഫസ്റ്റ് ഇരിക്കുന്ന ഒരു 3 പെൺകുട്ടികളുണ്ടാവും, 2 ആൺകുട്ടികളുണ്ടാവും. അവരുടെ പേര് വിവരങ്ങൾ മാത്രം ആണ് ടീച്ചർമാർക്ക് അന്ന് അറിയണ്ടായിരുന്നു, ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത്. പക്ഷെ ഇന്നതല്ല അവസ്ഥ. ഇന്ന് ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ ആ കുട്ടികളുടെ പേരും അച്ഛനമ്മയുടെ പേര്, പിന്നെ അവരുടെ ജീവിത രീതികൾ, അച്ഛനമ്മൻ്റെ തൊഴിൽ, അതേപോലെ ഓരോ കുട്ടികളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, അവസ്ഥകളും ഒക്കെ എല്ലാ ടീച്ചർമാർക്കും അറിയാം. അതാണ് അന്നത്തെ ഒരു ഇത്. അപ്പോൾ അന്ന് എന്ന് പറഞ്ഞാൽ ടീച്ചർമാരൊരു ഭയം ഉണ്ടായിരുന്നു, പേടി ഉണ്ടായിരുന്നു ടീച്ചർമാരൊക്കെ ഒരു ചൂലെടുത്തിട്ട് കൊണ്ട് വരുമ്പോഴത്തേനൊക്കെ. ഞാനൊക്കെ 5ൽ പഠിക്കുമ്പോൾ ഒരു രവി എന്നാണ്ട് പേരുള്ളൊരു, ഞാൻ അവരൊന്നും പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. രവി എന്നാണെന്ന് പേരെന്ന് തോന്നുന്നു. എന്തോ ഒരു വികൃതി ക്ലാസ് റൂമിൽ കാണിച്ചിട്ടാണ് എന്താണെന്നറിയില്ല. അന്നത്തെ ഹെഡ് മാഷ് അന്ന് ടീച്ചറായിരുന്നു. ആ ടീച്ചർ ഇങ്ങോട്ട് ചൂരലായിട്ട് വന്നത്, ക്ലാസ് റൂമിൻ്റെ ഗേറ്റ് ഇങ്ങോട്ട് കടന്നതും ആ കുട്ടി നിന്ന് ട്രൗസറിൽ മൂത്രം ഒഴിച്ചൊരു ചരിത്രം ഉണ്ടായിരുന്നു. ഞാൻ 5-ലും 6-ലും അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് ആ സമയത്ത്. ഇന്ന് അങ്ങനത്തെ ഒക്കെ അവസ്ഥ ഉണ്ടാ? ടീച്ചറെ കാണുമ്പോൾ ട്രൗസറിൽ കൂടെ മുള്ളണ അവസ്ഥ ഒക്കെ ഉണ്ട്. അന്ന് ഓരോരോ പിന്നെ സ്കൂള് പഠിപ്പിനൊക്കെ 1 മുതൽ 10 വരെ, അതിന് മുന്നേ അതിന് ശേഷമുള്ള ക്ലാസ്, അങ്ങനത്തെ ഒന്നും സാഹചര്യങ്ങൾ ഇന്നില്ല. അത്രക്ക് ടീച്ചർമാരിനെ പേടിയില്ലാണ്ടായിരുന്നു. അപ്പോൾ എന്തായി, ഈ സ്കൂളിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു ഭയം, അച്ചടക്കം, അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. അതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടുന്നില്ല, സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ല. അവർ വീട്ടിൽ എങ്ങനെയാണോ നാട്ടിലെങ്ങനെയാണോ ആ അവസ്ഥ തന്നെയാണ് സ്കൂളിൽ ചെന്നാലും. ടീച്ചർമാരായിട്ട് എല്ലാ ഫ്രണ്ട്ഷിപ്പും എന്ത് വേണമെങ്കിലും ടീച്ചർമാരോട് ഇന്ന് ഷെയർ ചെയ്യാം. അവർക്ക് എന്ത് കളിച്ചിട്ട് തമാശ പറയാം, എന്ത് വേണമെങ്കിലും. അവന്ന് അടിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. പോരാത്തതിന് ഇങ്ങനെ എല്ലാവരും ടീച്ചർമാരും കുട്ടികളും ഫ്രണ്ട്സുകളെ പോലെയൊക്കെ ആയതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു അനുഭവമാണത്. അതിൽ നിന്ന് വന്ന ഒരു എന്താ പറയുക, ഒരു ദുരന്തം, അതിൽ നിന്നുണ്ടായ ഒരു ദുരന്തമാണ് അത്. അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ അറിയാം, അത് കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് ആയോടത്തുനിന്ന് ഇങ്ങോട്ട്, അതായത് ടീച്ചർമാർ കുട്ടികൾ കൂടിയുള്ള ഫ്രണ്ട്ഷിപ്പ് ആയതിൻ്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ അവിടെ കണ്ടത്. ഇനിയും വരുന്നുണ്ട് തലമുറകൾ വളർന്നു വരാണ്ട്. ആ ഒരു ടീച്ചർ കുട്ടികൾ എന്നുള്ള ആ പഴയ ബന്ധം കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കയ്യിന്ന് പോയ അവസ്ഥയാണ്. ഓരോ ആൾക്കാരും നമ്മുടെ മക്കൾ ഇന്ന് സ്കൂൾക്ക് അങ്ങോട്ട് വിട്ട് അവരെന്തൊക്കെ കാട്ടിയിട്ടാണ് വൈകിട്ട് വരിക എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടാണ് വരുന്നത്. ജീവനോടെ വരുമോ, അത് ജീവനില്ലാതെ വരുമോ, അല്ലെങ്കിൽ മറ്റൊരാളെ ജീവൻ എടുത്തിട്ട് വരുമോ, അതൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലോട്ടാണ് പോണത്. ആൺകുട്ടികളായാലും പെൺകുട്ടികളാണെങ്കിൽ വേറൊരു രീതിയിൽ, ആൺകുട്ടികളാണെങ്കിൽ ഇതേമാതിരിയുള്ള ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ, എന്ത് സൗകര്യങ്ങളുണ്ടായി, വലിയ വീടും കാറും കാര്യങ്ങളും എല്ലാം ഉണ്ടായാലും ഒരു മാതാപിതാക്കൾക്കും സമാധാനമില്ല. ഈ മക്കളുടെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് സമാധാനമില്ല. പെൺകുട്ടികളായാലാണ് നല്ലത് എന്നല്ല, മറ്റത് പെൺകുട്ടികളെ പെറ്റാൽ ആ പേരും പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ട് പോയിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. പെൺകുട്ടികളെ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഒരു ജീവിതകാലം മുഴുവൻ ആൺകുട്ടികളെ പറ്റില്ല പറഞ്ഞിട്ട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുള്ള
മാതാവ്, ഉമ്മമാരുണ്ട്. ഉമ്മമാരും പിന്നെ അമ്മമാരുണ്ട്. ആ സമയത്ത് ഇപ്പോൾ ഒരു കുട്ടി ജനിച്ച ആണാന്ന് കേൾക്കുമ്പോൾ തന്നെ ആണോ, വയ്യ, ഇനി എന്തൊക്കെ അനുഭവിക്കണമാവോ, അങ്ങനത്തെ ഒരു മുഖം ചുളിക്കുന്ന അവസ്ഥയാണ്. പെൺകുട്ടികളെ പ്രസവിക്കുമ്പോൾ പണ്ടൊക്കെ മുഖം ചുളിച്ചിരുന്ന പോലെ ഇപ്പോൾ ഒരു ആൺകുട്ടീനെ പ്രസവിക്കുമ്പോൾ പിന്നെ ഭാവിയെക്കുറിച്ച് പേടിയുള്ളവരിട്ടാ. അതായത് ഈ നാട്ടിൽ ആൺകുട്ടികളുടെ കാട്ടിക്കൂട്ടലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതൊന്നൊക്കെ പാഠം പഠിച്ച് വെച്ചവരാണ് പ്രസവിച്ച ആൺകുട്ടിയെ. അപ്പോൾ മുഖം ചുളിഞ്ഞ് തളർന്ന്, ആൺകുട്ടിയെന്ന് പറയുമ്പോൾ തളർന്ന് ആ ഒരു അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. ഇനിയും ഇപ്പം ജനിച്ച കുട്ടി പാണായാലും പെണ്ണായാലും നമ്മൾ വളർത്തിയല്ലേ പറ്റുള്ളൂ. നമ്മൾ വളർത്തിയിട്ട് എന്താ ഇതൊക്കെയാണ് അവസ്ഥ. എൻ്റെ മക്കളെ എങ്ങനെ ഈ പറഞ്ഞ പോലെ ആ ടീച്ചർ പറയണ പോലെ ഇതൊക്കെ ഒന്ന് നിയമങ്ങൾ തിരുത്താതെ കേരളം നന്നാവില്ല. കേരളം നശിച്ച് ഇനി ഈ ഭാവി വരുന്ന തലമുറകൾ എങ്ങനെയൊക്കെ വളർന്നു വരും, നമുക്ക് അവരുടെ ഭാവിയെക്കുറിച്ചൊന്നും ഒരു മുൻവിധിയോടുകൂടി ജീവിക്കാൻ പറ്റില്ല. അവർ നന്നായിട്ട് ഇന്നത് ചെയ്യാം, അവർ നന്നാവും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കോളേജിലേക്ക് പഠിക്കാൻ വിടാൻ പറ്റുന്നില്ല. ഒരു സ്കൂള്, 10ാം ക്ലാസ് ഒരു സ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ സ്കൂള് 1 മുതൽ 10 വരെ സ്കൂള്, പിന്നെ അവിടെ നിന്ന് കോളേജ് കഴിഞ്ഞാൽ +1 +2 അതൊന്നും മേലോട്ടുള്ളതാണെങ്കിൽ ആണ് നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു ഇതല്ല. ഈ സ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് പിടിച്ചാൽ കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. സ്കൂൾ 1 മുതൽ 10 വരെയുള്ള ആ ഒരു നമുക്ക് പിടിച്ചാൽ കിട്ടുന്നൊരു കാലം. ആ ഒരു സമയത്താണ് ഇപ്പോൾ ഈ ആ കുട്ടി ഇങ്ങനത്തെ